Good morning. Okay. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ വരെയായിരുന്നു an overview of health and hospital administration എന്ന ചാപ്റ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു അല്ലേ? ക്യാരക്ടറിസ്റ്റിക്സ് 4 വരെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്? Yes. Okay. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് the indicators used to measure health status. ഒരു ഹെൽത്ത് സ്റ്റാറ്റസ് ആരോഗ്യനില മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ്. Indicators used to measure the health status. ഒരു ഹെൽത്ത് സ്റ്റാറ്റസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ്. പേജ് നമ്പർ ഒന്ന് ഇട്ട് കൊടുത്തേ ദേവിക്ക്. 44. Okay. The indicators ബ്രാക്കറ്റിൽ നോക്കിയേ, ഡിസീസ് സ്പെസിഫിക് മോർട്ടാലിറ്റി. ഡിസീസ് സ്പെസിഫിക് മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു രോഗ നിർദ്ദിഷ്ട മരണനിരക്ക്. എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ രോഗം വന്ന് അങ്ങനെ മരിച്ച അങ്ങനെയുള്ള മരണനിരക്ക്. ഡിസീസ് സ്പെസിഫിക് മോർട്ടാലിറ്റി. മോർബിഡിറ്റി. മോർബിഡിറ്റി എന്ന് പറഞ്ഞാൽ രോഗാവസ്ഥ. ആൻഡ് ഡിസബിലിറ്റി, വൈകല്യം. ഇതെല്ലാം നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കാം അല്ലെ? അതായത് ഹെൽത്ത് സ്റ്റാറ്റസ് മെഷർ ചെയ്യാൻ പറ്റൂലേ? ഇപ്പൊ ഒരു പ്രത്യേക രോഗോ അങ്ങനെ എന്തെങ്കിലും മൂലം മരിച്ച മരണനിരക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അവിടുത്തെ ആ ഒരു പ്രദേശത്തെ ആളുകളുടെ അല്ലെങ്കിൽ ആ പോപ്പുലേഷനിലെ ഹെൽത്ത് സ്റ്റാറ്റസ് എങ്ങനെയാണ് അല്ലെ? ഒരുപാട് മരണങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ആരോഗ്യനില മോശമാണ് അവരുടെ അല്ലെ? പിന്നെ അതുപോലെ തന്നെ മോർബിഡിറ്റി എന്ന രോഗാവസ്ഥ. അപ്പൊ ഒരു പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ രോഗാവസ്ഥ കൂടുതലാണ്. അങ്ങനെ അതൊരു ഇൻഡിക്കേറ്റർ ആണ്. അപ്പൊ രോഗാവസ്ഥ നോക്കി കഴിയുമ്പോൾ അത് കൂടുതലാണെങ്കിൽ നമുക്ക് അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസ് മെഷർ ചെയ്യാൻ പറ്റൂലേ അല്ലെ? ഹെൽത്ത് സ്റ്റാറ്റസ് ആരോഗ്യനില എങ്ങനെയാണ്, മോശമാണോ അല്ലെങ്കിൽ നല്ലതാണോ എന്ന് നമുക്കത് മെഷർ ചെയ്യാം. അതുപോലെ വൈകല്യങ്ങൾ, ഡിസബിലിറ്റി, ഇതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. Determinants of health, biological risk factors and the health behavior and the health system. Health system, surgical procedure, medication use of health service. പിന്നെ ഒരു ഈ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആരോഗ്യത്തിന്റെയും ആരോഗ്യ സംവിധാനത്തിന്റെയും നിർണായ ഘടകങ്ങളാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഒരു ഹെൽത്തിന്റെ നമ്മുടെ ആരോഗ്യത്തെ നിർണ്ണയിക്കുന്നത് അല്ലെങ്കിൽ ഹെൽത്ത് സിസ്റ്റം ആരോഗ്യ സംവിധാനത്തിന്റെയും ഒരു നിർണായക ഘടകമാണ് ഏത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് 3 അവിടെ കൊടുത്തേക്കുന്നത് ബ്രാക്കറ്റിൽ കേട്ടോ. അപ്പൊ നമ്മൾ അതെന്താണ്, അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് അവിടുത്തെ ആളുകളുടെ ഹെൽത്ത് സ്റ്റാറ്റസ് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ, ഡെത്ത് റേറ്റ്, മോർട്ടാലിറ്റി റേറ്റ്. അവിടെ ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. ഡെത്ത് റേറ്റ് അല്ലെങ്കിൽ മോർട്ടാലിറ്റി റേറ്റ് അത് മറ്റു പേരാണ് കേട്ടോ. ഡെത്ത് റേറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മോർട്ടാലിറ്റി റേറ്റ്, അല്ലെങ്കിൽ മോർട്ടാലിറ്റി റേറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡെത്ത് റേറ്റ് എന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ഈസ് എ സ്കെയിൽ ഓഫ് എ നമ്പർ ഓഫ് ഡെത്ത്. എന്താണ് ഈ മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്? ഈസ് എ സ്കെയിൽ ഓഫ് ദ നമ്പർ ഓഫ് ഡെത്ത് ഇൻ ജനറൽ ഓൺ ടു എ സ്പെസിഫിക് കോസ്. പൊതുവായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക കാരണം മൂലമോ മരിക്കുന്ന ആ നമ്പർ ഓഫ് ഡെത്ത് അതെവിടെ? ഇൻ എ പർട്ടിക്കുലർ പോപ്പുലേഷൻ, ഒരു പ്രത്യേക ജനവിഭാഗത്തില്. മെഷർഡ് ടു ദ സൈസ് ഓഫ് ദാറ്റ് പോപ്പുലേഷൻ പെർ യൂണിറ്റ് ഓഫ് ടൈം. അണ്ടർലൈൻ ചെയ്തോട്ടെ. അത് എന്താണ് നമ്മൾ പറഞ്ഞേക്കുന്നത്? ഈ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടൈമില് ആ പോപ്പുലേഷന്റെ വലിപ്പത്തെ അടിസ്ഥാനമാക്കി മെഷേർഡ് ടു ദ സൈസ് ഓഫ് ദാറ്റ് പോപ്പുലേഷൻ. ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനില് അതായത് പർട്ടിക്കുലർ ടൈമില് നമ്മൾ ആ പോപ്പുലേഷന്റെ വലിപ്പത്തെ അടിസ്ഥാനമാക്കി എന്താണ് അവിടെ ഉണ്ടാകുന്ന ഒരു പ്രത്യേക കാരണം മൂലമോ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള മരണമോ അങ്ങനെ സംഭവിക്കുന്ന നമ്പർ ഓഫ് ഡെത്ത് അതിന്റെ സ്കെയിലാണ് മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. മരണനിരക്ക് അതെങ്ങനെയാ? മൊത്തമല്ല, ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനിലാണ്
ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനില് ഇന്ന ടൈമില് ആ പോപ്പുലേഷന്റെ വലുപ്പത്തെ അടിസ്ഥാനമാക്കി അവിടെ പൊതുവായിട്ടുള്ള കാരണം മൂലമോ അല്ലെങ്കിൽ പ്രത്യേക കാരണം മൂലമോ ഒക്കെ മരിക്കുന്ന ആ നമ്പർ ഓഫ് ഡെത്തിന്റെ സ്കെയിലാണ് മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. The term mortality indicates the total death that happen especially on a large scale, such as population or geographical area. അതെങ്ങനെയാ നമ്മൾ പറയുന്നത്? ടോട്ടൽ ഡെത്ത് ദാറ്റ് ഹാപ്പൻ എസ്പെഷ്യലി ഓൺ എ ലാർജ് സ്കെയിൽ, ഒരു വലിയ തോതിൽ അല്ലെങ്കിൽ നമ്മളെ ഒരു ജിയോഗ്രാഫിക്കൽ ഒരു ഭൂപ്രദേശത്ത് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വലിയൊരു പോപ്പുലേഷനിൽ സംഭവിക്കുന്ന ടോട്ടൽ ഡെത്ത്, അതാണ് മോർട്ടാലിറ്റി എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഒന്നോ രണ്ടോ പേരുകളിൽ നോക്കുന്നതല്ല. ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനില് അല്ലെങ്കിൽ ആ ജിയോഗ്രാഫിക്കൽ ഏരിയയില് സംഭവിക്കുന്ന ടോട്ടൽ ഡെത്ത്, അത് പെർസെന്റേജ് എത്ര ശതമാനം ആളുകൾ മരിച്ചു എന്നുള്ളത്, അതാണ് മോർട്ടാലിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ, ഡാഷ് ഇട്ട് ചോദിക്കാം. ഇറ്റ് ഈസ് നോർമലി represented in the form of mortality rate. അപ്പൊ മോർട്ടാലിറ്റി എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്? മോർട്ടാലിറ്റിനെ എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? ഇൻ ദ ഫോം ഓഫ് മോർട്ടാലിറ്റി റേറ്റ്. അണ്ടർലൈൻ ചെയ്തേ, മരണനിരക്ക്, അതിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. പെർസെന്റേജ് പോലെ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആസ് പെർ ദ മോർട്ടാലിറ്റി റേറ്റ് ഡെഫിനിഷൻ, ഈ മോർട്ടാലിറ്റി റേറ്റ് ഡെഫിനിഷൻ അനുസരിച്ച് നോക്കിയേ, ആൻ ഇൻഡെക്സ് ഓഫ് ദ നമ്പർ ഓഫ് ഡെത്ത് each year or a specific time interval in a specific population is called mortality rate. Underline cheya sentence. Mortality rate definition അനുസരിച്ച് എന്താണ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്? ഓരോ വർഷവും എങ്ങനെയാണ്? ഓരോ വർഷവും each year and the number of death each year, ഓരോ വർഷവും നമ്മുടെ ഉള്ള മരണസംഖ്യ അല്ലെ, മരണസംഖ്യയുടെ ഒരു നിർദ്ദിഷ്ട ജനസംഖ്യയിലെ ഒരു നിശ്ചിത സമയ ഇടവേളയിൽ സംഭവിക്കുന്ന മരണം, അതാണ് മോർട്ടാലിറ്റി എന്ന് പറയുന്നത്. കണ്ടോ, ഇൻഡെക്സ് ഓഫ് എ നമ്പർ ഓഫ് ഡെത്ത് ഈച്ച് ഇയർ അല്ലെങ്കിൽ പർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലില് ഒരു സ്പെസിഫിക് പോപ്പുലേഷനിൽ സംഭവിക്കുന്നതാണ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. എപ്പോഴെങ്കിലും അല്ല. ഒന്നുകൂടി പറയാം, ഓക്കെ. മോർട്ടാലിറ്റി റേറ്റ് ഡെഫിനിഷൻ അനുസരിച്ച് എന്താണ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്? രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, നമ്പർ ഓഫ് ഡെത്ത് ഈച്ച് ഇയർ ഓർ സ്പെസിഫിക് ടൈം. അപ്പൊ ഈ ഇന്ന വർഷത്തില് 1995, 2020, അല്ലെങ്കിൽ നമുക്ക് 2002, അങ്ങനെ ഒരു പ്രത്യേക ടൈമിലാണ് നമ്മൾ ഇത് പറയുന്നത്, റേറ്റ് പറയുന്നത്. ഇത്ര ആ ഒരു വർഷത്തില് അല്ലെങ്കിൽ നമുക്ക് 2020 അവിടെ സംഭവിച്ച മരണത്തിന്റെ മോർട്ടാലിറ്റി റേറ്റ്, അങ്ങനെ നമ്മളെ ഒരു ഇതുണ്ടെന്നാ പറഞ്ഞേക്കണേ, സ്പെസിഫിക് ടൈം അവിടെ ഉണ്ട്. ഒരു പർട്ടിക്കുലർ ടൈം ഉണ്ട്, ടൈം ഇന്റർവെൽ ഉണ്ട്, അതുപോലെ ഒരു സ്പെസിഫിക് പോപ്പുലേഷനും ഉണ്ട്. ആ രണ്ട് കാര്യങ്ങളാണ്, അല്ലാതെ മൊത്തം ജനസംഖ്യനെ അല്ല അവിടെ എടുക്കുന്നത്. ആ ഒരു പ്രത്യേക ഭൂമിശാസ്ത്ര പ്രദേശത്ത് ആ ഒരു അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ പോപ്പുലേഷനില് ഇന്ന ടൈമില് മരിച്ച ആളുകള്, മനസ്സിലായോ? ഒരു പ്രത്യേക ടൈം ഇന്റർവെല്ലില് അല്ലെങ്കിൽ ആ വർഷത്തില് മരിച്ചത് കണ്ടോ, അത് ആ രണ്ട് കാര്യം നമ്മൾ നോക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടംപോലെ അതിനൊരു കറക്റ്റ് ആയിട്ടുള്ളതുണ്ട്. പർട്ടിക്കുലർ പോപ്പുലേഷനില് ഇത്രയും, ഇപ്പൊ ഇന്ന എന്താ പറയാ, ഇന്ന പഞ്ചായത്തില് അത് പർട്ടിക്കുലർ അത്രയും നോക്കോളൂ, അടുത്ത സെക്ഷനിലേക്ക് പോകൂല. അവിടെ ആ പർട്ടിക്കുലർ പോപ്പുലേഷനില് പർട്ടിക്കുലർ ടൈം പീരീഡില്, ആ സ്പെസിഫിക് ടൈം പീരീഡില് മരിച്ച ആളുകളുടെ, അങ്ങനെയാണ് നമ്മൾ ആ മോർട്ടാലിറ്റി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോർമലി എക്സ്പ്രസ്ഡ് ഇൻ പോപ്പുലേഷൻ യൂണിറ്റ്. എന്തിനാ? പോപ്പുലേഷൻ യൂണിറ്റിലാണ് ഇത് എക്സ്പ്രസ് ചെയ്യുന്നത്, പോപ്പുലേഷനിലാണ് പറയുന്നത് ഇത്ര ആളുകളിൽ എത്ര പേര് മരിച്ചു. കണ്ടോ, പർട്ടിക്കുലർ ഇത്ര പോപ്പുലേഷനിൽ ഇത്ര പേര് മരിച്ചു, അങ്ങനെയാണ്. ലൈക്ക് ദ ഡെത്ത് പെർ 1000 people ഫോർ എ റീകോൾ പീരീഡ് ഓർ സ്പെസിഫിക് ടൈം പീരീഡ്. അതായത് 1000 ആളുകളിൽ എത്ര പേര് മരിച്ചു, അങ്ങനെയാണ് ആ പെർസെന്റേജ് കണ്ടുപിടിക്കുന്നത് നമ്മള്. എങ്ങനെയാണ്? 1000 ആളുകളില്, അതാണ് 1000 people ഫോർ റീകോൾ പീരീഡ് എന്ന് പറയുന്നത്. അതായത് 1000 ആളുകളില് എത്ര പേര് മരിച്ചു, അങ്ങനെയാണ് നോക്കുന്നത് കേട്ടോ. പോപ്പുലേഷൻ യൂണിറ്റിലാണ് പറയുന്നത്. ലൈക്ക് ഡെത്ത് പെർ 1000 people.
അപ്പൊ നമ്മളത് ഫോർമുലയിൽ 1000 വെച്ചാ ചെയ്യുന്നത്. എന്താ നമ്മൾ നോക്കണത്? 1000 ആളുകളിൽ എത്ര പേര് മരിച്ചു, ആ പർട്ടിക്കുലർ ടൈമില് 1000 ആളുകളിൽ എത്ര പേര് മരിച്ചു, അതാണ് പെർസെന്റേജ് ആണ് നമ്മൾ കാണുന്നത്. ഇനി ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് ഫോർമുലാസ് ആണ്. ആ ഫോർമുലാസ് അവിടെ 3 നമുക്ക് പഠിക്കാനുണ്ട്, 4 ഉണ്ട് മൊത്തത്തില്. ഹോസ്പിറ്റലിലെ ജനറൽ ആയിട്ടുള്ള മോർട്ടാലിറ്റി റേറ്റ് കാണാൻ, നെറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ്, അങ്ങനെ 3 ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ്, അങ്ങനെ 4 ഫോർമുല നമുക്ക് പഠിക്കണം. എക്സാമിന് ഈ ഫോർമുല ചോദിക്കും. അതായത് അവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒക്കെ തിരിച്ചിട്ട് തരും. ഡിവൈഡ് എന്നുള്ളത് ചിലപ്പോൾ ഇൻറ്റു ആക്കി തരും. അങ്ങനെ പല ഓപ്ഷൻ ആയിട്ട് ചോദിക്കും. ഫോർമുല ടിക്കിട്ട് വെച്ചോളൂ കേട്ടോ. മോർട്ടാലിറ്റി റേറ്റ് നമുക്ക് കാണാനുള്ള ഫോർമുല എന്താണ്? The mortality rate formula used for the calculations according to the available statistics. കണ്ടോ, നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു സ്ഥിതിവിവര കണക്കുകൾ അനുസരിച്ച് നമുക്ക് എത്ര പേര് മരിച്ചു, അങ്ങനെ നമുക്കൊരു കണക്ക് കൂട്ടലിന് വേണ്ടിയിട്ട് ഈ മോർട്ടാലിറ്റി റേറ്റ് ഫോർമുല നമുക്ക് ഉപയോഗിക്കാം. ണ്ടോ, കാൽക്കുലേഷൻ ചെയ്യാൻ ലഭ്യമായിട്ടുള്ള ആ സ്ഥിതിവിവര സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയിട്ട് ലഭ്യമായ ആ സ്ഥിതിവിവര കണക്കുകൾ അനുസരിച്ച് നമുക്ക് എന്തെങ്കിലും കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ട് മോർട്ടാലിറ്റി റേറ്റ് ഫോർമുല നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അത് ഈസി ആയിട്ട് എത്ര പേരാണ് ആ ഫോർമുലയിൽ കൂടി നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അവിടെ ആൻസർ കിട്ടും അല്ലെ. അതായത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നോക്കിയേ ഫോർമുല നോക്കിയേ, മോർട്ടാലിറ്റി റേറ്റ് ഈക്വൽ എങ്ങനെയാ കാണുന്നത്? നമ്പർ ഓഫ് ഡെത്ത് divided by total population into 1000. അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. നമ്പർ ഓഫ് ഡെത്ത് എത്ര പേര് മരിച്ചു, ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ, ടോട്ടൽ പോപ്പുലേഷനിൽ എത്ര പേര് മരിച്ചു, അതിന് എന്തുകൊണ്ട് എത്ര പേരിലാണ് നമ്മൾ കാണുന്നത്? 1000 പേരിലല്ലേ കാണുന്നത്, ഇൻറ്റു 1000 ചെയ്യും. ഇനി ഹോൾ ഡിവൈഡഡ് ബൈ 365 ഉണ്ടോ, എത്രയും കൊണ്ടാ? പെർ ഡേയില് കാണാനാണ് കേട്ടോ. 365 നമുക്കറിയാം, ഒരു വർഷത്തിൽ 365 ദിവസമല്ലേ. അപ്പൊ അതില് പെർ ഡേയിൽ എത്ര പേര് മരിച്ചു എന്ന് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും ഡിവൈഡഡ് ബൈ 365 കൊണ്ട് ചെയ്യണം. ക്ലിയർ ആയോ? നമ്മള് ഒരു പോപ്പുലേഷനില് ഒരു 5000 പേരുണ്ട്, അതില് 100 പേര് മരിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഫോർമുല? നമ്പർ ഓഫ് ഡെത്ത് 100 ആണ്, പോപ്പുലേഷൻ ഞാൻ പറഞ്ഞത് 5000 ആളുകളാണ്. എങ്ങനെ ആ ഫോർമുല നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എങ്ങനെ ചെയ്യാൻ പറ്റും? 100 ഡിവൈഡഡ് ബൈ എത്ര പോപ്പുലേഷൻ? 5000 ഇൻറ്റു നമ്മൾ എത്ര 1000 പേരിലല്ല കാണണേ, ഇൻറ്റു 1000 ഹോൾ ഡിവൈഡഡ് ബൈ 365. അതായത് പെർ ഡേയിൽ ഒരു ദിവസം എത്ര പേര് മരിക്കുന്നുണ്ട്. ക്ലിയർ ആയോ ഫോർമുല? ടിക്കറ്റ് വെച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻസ് വരുമ്പോഴേ അവിടെ ഇങ്ങനെ കൊടുക്കും, അതായത് നമ്പർ ഓഫ് ഡെത്ത് ഇൻറ്റു ടോട്ടൽ പോപ്പുലേഷൻ ഇൻറ്റു 1000, അല്ലെങ്കിൽ ടോട്ടൽ പോപ്പുലേഷൻ ഇൻറ്റു ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡെത്ത് ഇൻറ്റു 1000 ഇൻറ്റു ഹോൾ ഡിവൈഡ് ബൈ 365, അങ്ങനെയൊക്കെ കൊടുക്കാം. അപ്പൊ നിങ്ങൾ എപ്പോഴും നോക്കുക മൊത്തം പോപ്പുലേഷനിൽ എത്ര പേര് മരിച്ചു. ക്ലിയർ അല്ലേ? അപ്പൊ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മനസ്സിലാക്കി വെക്കുക കേട്ടോ. അത് രണ്ട് തെറ്റിച്ച് വരും, ഡിവൈഡ് എന്നുള്ളടത്ത് ഇൻറ്റു വരും, അങ്ങനെ ഓപ്ഷൻസ് കാണുന്നേ. ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ ഏതാ? ഫ്രാക്ഷന്റെ മുകളിലേക്ക് എടുക്കുന്നതല്ലേ ന്യൂമറേറ്റർ അല്ലേ? ഫ്രാക്ഷന്റെ താഴെ എഴുതുന്നത് ഡിനോമിനേറ്റർ അല്ലേ? 8/3 3/8 ന്യൂമറേറ്റർ ഏതാ? 3/8 ന്യൂമറേറ്റർ ഏതാ തന്നെ? 3. ഓക്കെ, വെരി ഗുഡ്. 8 എന്ന് പറഞ്ഞാൽ താഴെ ഉള്ളത് ഡിനോമിനേറ്റർ ആണ് അല്ലെ. 3/8 ന്യൂമറേറ്റർ 3ഉം ഡിനോമിനേറ്റർ 8ഉം ആണ് ഫ്രാക്ഷൻ നമ്മൾ എഴുതുമ്പോ. അപ്പൊ അതുപോലെ നമ്മുടെ മൊത്തം പോപ്പുലേഷനിൽ എത്ര പേര് മരിച്ചു. അപ്പൊ ന്യൂമറേറ്ററിൽ ഏതാ കിടക്കണ്ടേ? നമ്പർ ഓഫ് ഡെത്ത്. മനസ്സിലായോ? നമ്പർ ഓഫ് ഡെത്ത് ആയിരിക്കണം ന്യൂമറേറ്ററിൽ. ഇനി അതിന് എന്താ? ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ഏത് വേണം? മൊത്തം എത്ര പേര്, പോപ്പുലേഷൻ എത്രയാണ്. ഓക്കെ, എന്നിട്ട് 1000 ആളുകളിലാണ് നമ്മൾ കാണുന്നത്, അതുകൊണ്ട് 1000 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഇനി നമ്മൾ അത് പെർ ഡേയിൽ കാണുമ്പോൾ 365 കൊണ്ട് ചെയ്യണം. ക്ലിയർ അല്ലേ? എല്ലാവർക്കും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ 4 ഫോർമുലയിൽ ഏതെങ്കിലും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുണ്ട് എക്സാമിന്. ഇനി അടുത്ത് നോക്കിയേ, ഇത് ജനറൽ ആയിട്ട് നമ്മള് ഈ മോർട്ടാലിറ്റി റേറ്റ് കാണുന്ന ഫോർമുലയാണ് കൊടുത്തേക്കണേ.
ഇനി അടുത്തത് നമ്മൾ ഹോസ്പിറ്റലിലെ മോർട്ടാലിറ്റി റേറ്റ് കാണുന്ന ഫോർമുലാസ് അവിടെ 3 എണ്ണം ഉണ്ട് കണ്ടോ. ഇൻ ഹോസ്പിറ്റലിൽ 3 എണ്ണം ഉണ്ട്. ഏതാ? ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ്, നെറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ്. ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതി, ബാക്കി നമുക്ക് തന്നെ കണ്ടുപിടിക്കാം. ഓക്കെ, ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് മൊത്തം മരണനിരക്ക്. ഗ്രോസ് മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ മൊത്തം മരണനിരക്ക്. ഇത് ഹോസ്പിറ്റലിന് കേട്ടോ, ഹോസ്പിറ്റലിന് കോൺസെൻട്രേറ്റ് ചെയ്ത് പറഞ്ഞേക്കുന്ന ഫോർമുലയാണ്. ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് എങ്ങനെയാ? ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഹാപ്പൻ ഇൻ ദ ഹോസ്പിറ്റൽ ഇൻ എ പീരീഡ്. ക്ലിയർ അല്ലേ? അതായത് ആ ഒരു പർട്ടിക്കുലർ പീരീഡില് ഹോസ്പിറ്റലിൽ മൊത്തം സംഭവിച്ച ഡെത്ത്, എത്ര പേര് ആ ഹോസ്പിറ്റലിന്റെ പർട്ടിക്കുലർ ടൈം പീരീഡില് മരിച്ചു, അതിനെ ഡിവൈഡഡ് ബൈ, എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം നോക്കിയേ, ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ആൻഡ് ഡിസ്ചാർജസ്. ആൻഡ് ഉണ്ട് കേട്ടോ അവിടെ. ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ആൻഡ് ഡിസ്ചാർജസ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. ആ ഒരു പർട്ടിക്കുലർ പീരീഡിൽ സംഭവിച്ച ഡെത്ത് ഡിസ്ചാർജുകളുടെ, ഡെത്തും ഡിസ്ചാർജ് ആയിട്ടുള്ള ഇതിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഇൻടു 100 ചെയ്യണം. ഡെത്തുകളുടെയും ആ ഡിസ്ചാർജുകളുടെയും ആകെ എണ്ണാണ് നമ്പർ ഓഫ് ഡെത്ത് ആൻഡ് ഡിസ്ചാർജസ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. ഓക്കെ, ഇത് ഇതുപോലെ തന്നെ നിങ്ങൾ ആ ഫോർമുല നോക്കി വെക്കാം. അതായത് ന്യൂമറേറ്റർ നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ചാൽ മതി. ന്യൂമറേറ്ററിൽ ആ പർട്ടിക്കുലർ ടൈം പീരീഡിൽ എത്ര പേര് മരിച്ചു, അതാണ് ന്യൂമറേറ്റർ. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ആൻഡ് ഡിസ്ചാർജസ് ദാറ്റ് പീരീഡ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ് ഇൻടു 100. പെർസെന്റേജ് ആയതുകൊണ്ട് നമ്മൾ 100 കൊണ്ട് ചെയ്യാം. ഇനി നോട്ട് എന്ന് പറഞ്ഞാൽ നോക്കി, ഓൾ ഡെത്ത്, എല്ലാ ഡെത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഓൾ ഡെത്ത് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇൻക്ലൂഡ് ഡെത്ത് ഇൻ എമർജൻസി ആൻഡ് ICU. എമർജൻസിയില് ICUയില് മരിച്ച ഡെത്തുകൾ ഉൾപ്പെടെ, അതാണ് ഓൾ ദ ഡെത്ത് എന്ന് പറഞ്ഞാൽ. അവിടെ എമർജൻസിയിൽ മരിച്ച ആളുകളാകാം, ICU കിടന്ന് മരിച്ച ആളുകൾ, അവരെല്ലാവരെയും കൂട്ടണം അതിനകത്ത്. മസ്റ്റ് ബി കൗണ്ടഡ്. ഇതും കൂടി തീർച്ചയായിട്ടും നമ്മൾ കൗണ്ട് ചെയ്യണം. ഇൻ ഡിനോമിനേറ്റർ ഓൾ ടൈപ്പ് ഓഫ് ഡിസ്ചാർജസ് മസ്റ്റ് ബി ടേക്കൺ ഇൻടു അക്കൗണ്ട്. ഡിനോമിനേറ്ററിൽ എല്ലാ തരത്തിലുള്ള ഡിസ്ചാർജുകളും അതിനകത്ത് ഉൾപ്പെടുത്തണം. നിങ്ങൾ ഒത്തിരി ഡീറ്റെയിലേക്ക് പോകണ്ട, ആ ഫോർമുല ഒന്ന് നോക്കി വെക്കുക, ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക. അവിടെ നമ്മൾ ന്യൂമറേറ്റർ മനസ്സിലാക്കി വെക്കുക. ന്യൂമറേറ്ററിൽ ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ സംഭവിച്ചിട്ടുള്ള ഡെത്താണ് ന്യൂമറേറ്റർ. അണ്ടർലൈൻ ചെയ്തോ അത്? ഇനി രണ്ടാമത്തെ നെറ്റ് മോർട്ടാലിറ്റി റേറ്റ് നോക്കിയേ. നെറ്റ് മോർട്ടാലിറ്റി റേറ്റ്, total number of death that occur after 48 hours of admission of the patient. ഇവിടെ നെറ്റ് മോർട്ടാലിറ്റി റേറ്റ് എങ്ങനെയാ നമ്മൾ കാണുന്നത്? അവിടെ പർട്ടിക്കുലർ ഇത് പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് occurred after 48 hours of admission. അഡ്മിഷൻ ആയിട്ട് 48 മണിക്കൂർ, അല്ലേ? ആഫ്റ്റർ, ശേഷം, 48 മണിക്കൂറിന് ശേഷം മരിച്ച അടുത്ത് എത്ര പേര് മരിച്ചു? അഡ്മിഷൻ എടുത്തു, അതിൽ 48 മണിക്കൂറിന് ശേഷം, ആഫ്റ്റർ 48 hours ഓഫ് അഡ്മിഷൻ ഉണ്ടോ, 48 മണിക്കൂറിന് ശേഷം മരിച്ച ടോട്ടൽ നമ്പർ ഓഫ് ഡെത്തുകള്, അതാണ് ഏതിലെ? ന്യൂമറേറ്ററില്. ദെൻ ഡിനോമിനേറ്റർ സെയിം തന്നെ, ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ആൻഡ് ഡിസ്ചാർജസ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ് ഇൻടു 100. ക്ലിയർ അല്ലേ? ഡിനോമിനേറ്റർ സെയിം തന്നെ. ഒരു ഫോർമുല ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇവിടെ എന്താണ്? ആ നെറ്റ് മോർട്ടാലിറ്റി, ആ ഒരു പ്രത്യേക ടൈം അവിടെ പറയുന്നുണ്ട്. അതായത് അഡ്മിഷൻ ആയിട്ട് 48 മണിക്കൂറിന് ശേഷം, ആഫ്റ്റർ 48 hours ഓഫ് അഡ്മിഷൻ. ഡിനോമിനേറ്റർ സെയിം തന്നെ. നോട്ട് നോക്കിയേ, ഡെത്ത് occurring within 48 hours of discharge must be reckoned in numerator. ന്യൂമറേറ്ററില് റെക്കൻഡ് എന്ന് പറഞ്ഞാൽ കണക്കാക്കുന്നു. നോക്കിയേ, ഡിസ്ചാർജ് നമ്മള് ഡിസ്ചാർജ് ചെയ്ത് 48 മണിക്കൂറിനുള്ളില് മരിച്ച ആളുകളില്ലേ, അതും കൂടിയും നമ്മള് ന്യൂമറേറ്ററിൽ കണക്കാക്കപ്പെടുന്നു. ഒന്ന് ശ്രദ്ധിച്ച്, ന്യൂമറേറ്ററിൽ നമ്മൾ പറഞ്ഞത് നമുക്ക് അഡ്മിഷൻ എടുത്ത് 48 മണിക്കൂറിന് ശേഷം മരിക്കുന്ന മരണങ്ങൾ, എത്ര പേര് മരിച്ചു, അത് ന്യൂമറേറ്റർ. ഇനി നോട്ടിലും കൂടെ പറയുന്നുണ്ട്, ഒരു ഓപ്ഷനും കൂടി അവിടെ ഉണ്ട്. അതായത് നമ്മൾ ഡിസ്ചാർജ് ആയിട്ട് 48 മണിക്കൂർ, 48 എന്ന് പറഞ്ഞാൽ 2 ദിവസം അല്ലെ, ഡിസ്ചാർജ് ആയിട്ട് 2 ദിവസത്തിനുള്ളിൽ, അല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ മരണം സംഭവിക്കുകയാണെങ്കിൽ അതും ന്യൂമറേറ്റർ ഉൾപ്പെടുത്താം. അടുത്ത നോക്കിയ മൂന്നാമത്തെ ICU സ്പെസിഫിക് മോർട്ടാലിറ്റി. അപ്പൊ എവിടെ കിടന്ന് മരിച്ചതായിരിക്കണം? ICUയിലാണ് അല്ലെ. The total number of death in ICU patient in a
ഇൻ എ പീരീഡ്. അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒന്ന് നോക്കിയാലോ കേട്ടോ. പീരീഡ് എന്നാണോ നോക്കിയേ. പീരീഡ് ഡിവൈഡഡ് ബൈ, അവിടെ ഡിവൈഡ് ഒന്നും ഇല്ല. അതെ, ഓക്കെ. ഡിവൈഡ് ഉണ്ടോ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒന്ന് നോക്കിയാലേ അവിടെ ഡിവൈഡ് ഉണ്ടോ എന്ന്. ഞാനിവിടെ ഷെയർ ചെയ്തിട്ടാണ് സ്ക്രീനിൽ ഡിവൈഡ്. ഓക്കെ, ഡിവൈഡ് ഇല്ല. അപ്പൊ ICU സ്പെസിഫിക് മോർട്ടാലിറ്റി എങ്ങനെയാ? ദ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഇൻ ICU പേഷ്യന്റ് ഇൻ എ പീരീഡ്, ഒരു പ്രത്യേക പീരീഡില് ICUയിൽ കിടന്ന് മരിച്ച മൊത്തം ആളുകളുടെ എണ്ണത്തെ എന്ത് ചെയ്യണം? The total number of patients discharged from ICU in that period. ഏതാണ്? ആ ICU നിന്ന് ആ പീരീഡിൽ ഡിസ്ചാർജ് ചെയ്ത് പോയില്ലേ, രോഗം മാറി പോയില്ലേ, ആ ഡിസ്ചാർജ് ചെയ്ത പോയ ആളുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ICU സ്പെസിഫിക് മോർട്ടാലിറ്റി, ICUയില് ആ പർട്ടിക്കുലർ ടൈമില് മരിച്ച ആളുകള് അവരുടെ എണ്ണത്തെ ആ ICUയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയി, ആ പർട്ടിക്കുലർ പീരീഡിൽ തന്നെ ICUയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയ ആളുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു പെർസെന്റേജ് ആയതുകൊണ്ട് നമുക്ക് ഇൻറ്റു 100 ചെയ്യുക. 4 ഫോർമുലയും അവിടെ ബോക്സിനകത്ത് ആക്കിട്ടോ, അല്ലെങ്കിൽ ടിക്കറ്റ് വെക്കാം കേട്ടോ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തെറ്റിച്ചു തരാം. ഇൻറ്റു ഡിവൈഡ് എന്നുള്ളടത്ത് തന്നെ ഇൻറ്റു ഒക്കെ ആക്കി തരാം. അത് ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. 4 ഓപ്ഷനും അവിടെ ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ അവിടെ. ഫൈൻഡ് ഔട്ട് ദ ഫോർമുല ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ കൊടുക്കും. എന്നിട്ട് ആ ഫോർമുലയുടെ അതിന് കറക്റ്റ് നോക്കാം. അപ്പൊ നമ്മൾ എന്താ ശ്രദ്ധിക്കണ്ടേ? ന്യൂമറേറ്ററിൽ എപ്പോഴും അവിടെ മരിച്ച ഒരു പർട്ടിക്കുലർ പീരീഡില് അവിടെ സംഭവിച്ച മരണങ്ങളാണ് നമ്മുടെ ന്യൂമറേറ്ററിൽ കിടക്കുന്നത്. ക്ലിയർ ആയോ? ബൈ ഹാർട്ട് ചെയ്യണ്ടല്ലോ, നിങ്ങൾക്ക് കണ്ടാലറിയാലോ ഫോർമുല. ഓക്കെ, ഇനി അടുത്തതാണ് ഇത് നോക്കി. അടുത്തൊരു നോട്ട് എന്ന് പറഞ്ഞൊരു കുഞ്ഞു കാര്യം കൂടി കൊടുത്തിട്ടുണ്ട്. ഓൺ സിമിലർ ലൈൻസ് കണ്ടീഷൻ സ്പെസിഫിക് ഓർ specialty specific death rate can also be calculated like the maternity mortality rate etc. ഇവിടെ നോക്കി, ഇതേപോലെ തന്നെ ഇപ്പൊ നമ്മള് ഡെത്തിന്റെ ഇതല്ലേ പറഞ്ഞത്, ICU സ്പെസിഫിക് മോർട്ടാലിറ്റി, പിന്നെ ഗ്രോസ് മോർട്ടാലിറ്റി, നെറ്റ് മോർട്ടാലിറ്റി ഒക്കെയാ പറഞ്ഞത്. ഇതേപോലെ തന്നെ മെറ്റേണിറ്റി നമുക്ക് സമാനമായ രീതിയിൽ നമുക്ക് എന്താ പ്രസവ വാർഡിലൊക്കെ പ്രസവ മരണനിരക്ക് പോലുള്ള കാര്യങ്ങളും അങ്ങനെ പ്രത്യേക ഇത് നമ്മൾ പർട്ടിക്കുലർ പീരീഡിൽ മരിച്ച മറ്റുള്ള ഡെത്തുകളും നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാം. ലൈക്ക് മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ്, പ്രസവ മരണ നിരക്കും ഇതേ ഫോർമുല പോലെ ഈ ഫോർമുലയെ തന്നെ ഉപയോഗിച്ച് അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ആ പർട്ടിക്കുലർ ഡെലിവറി ചെയ്തത് എത്ര പേര് ഡെലിവറി ചെയ്തു, അതിൽ എത്ര പേര് മരിച്ചു, അല്ലെ? ഇത്രയുള്ളൂ അവിടെ ടോട്ടൽ പോപ്പുലേഷന്റെ സമയത്ത് മെറ്റേണിറ്റി അവിടെ അവിടെ പ്രസവം അവിടെ നടങ്ങിയ ഡെലിവറികളുടെ എണ്ണാണ് മൊത്തം എടുക്കണേ. അതിൽ എത്ര പേർക്ക് മരണം സംഭവിച്ചു. അതേ സമാനമായ രീതിയിൽ നമുക്ക് മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റും നമുക്ക് കണ്ടുപിടിക്കാം. ഇനി അടുത്തതാണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. ഇൻഫന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ശിശുക്കള്, അല്ലെ? കുട്ടികളുടെ മരണനിരക്ക്. Infant mortality rate is the number of resident newborn in a prescribed geographic area. Prescribed geographic എന്ന് വെച്ചാൽ ഒരു നിർദ്ദിഷ്ട ഭൂമിശാസ്ത്ര പ്രദേശത്ത്, കൺട്രി, സ്റ്റേറ്റ് എക്സെട്ര. പിന്നെയും കൺട്രിന്ന് ഉണ്ട്, അത് വേണ്ട. കൺട്രി, സ്റ്റേറ്റ് എക്സെട്ര. Dying under 1 year of age divided by the number of resident live births for a same geographic area, okay, and multiplied by 1000. ശ്രദ്ധിച്ചേ, ഇങ്ങനെയാണ് നമ്മള്, അതായത് നമുക്ക് ഒരു നിശ്ചിത ഭൂമിശാസ്ത്ര പ്രദേശത്ത് നമുക്ക് പുതുതായി ജനിക്കുന്ന കുട്ടികൾ, ആ കുട്ടികളില് 1000 പേര് ജനിച്ചു എന്ന് വിചാരിക്കുക. അതില് എത്ര കുട്ടികള് ഒരു വർഷം, അവിടെ നോക്കിയേ, ഡൈയിങ് അണ്ടർ 1 year, ഒരു വർഷത്തില് ആ ഒരു വർഷത്തിനുള്ളിൽ മരിക്കുന്ന കുട്ടികളുടെ എണ്ണത്തെ എങ്ങനെയാ പറഞ്ഞത്? എങ്ങനെയാ അവിടെ പറഞ്ഞേക്കുന്നത്? നമ്മൾ ഒരു പ്രത്യേക ഭൂമിശാസ്ത്ര പ്രദേശത്ത് പുതിയതായി ജനിക്കുന്ന കുട്ടികൾ, അവരിൽ ഒരു വർഷത്തിനുള്ളിൽ
മരിക്കുന്ന കുട്ടികളുടെ എണ്ണത്തെ എന്ത് ചെയ്യണം അതേ ഭൂമിശാസ്ത്ര പ്രദേശത്ത് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന കുട്ടികളില്ലേ, ആ ജീവിച്ചിരിക്കുന്ന കുട്ടികളുടെ ആ തത്സമയം റെസിഡന്റ് ലീവ് ബർത്ത് കണ്ടോ, ജീവിച്ചിരിക്കുന്ന കുട്ടികളുടെ എണ്ണം കൊണ്ട് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈഡ് ബൈ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഇപ്പൊ ഒരു വർഷത്തില് നമ്മളൊരു ഹോസ്പിറ്റലില് നമ്മൾ പറയാണ് ഒരു വർഷത്തില് ഒരു 5000 കുട്ടികൾ ജനിച്ചു. ഓക്കെ, 5000 കുട്ടികൾ ജനിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ ആ പ്രദേശത്ത്, ആ പർട്ടിക്കുലർ പ്രദേശത്ത്, ആ ജിയോഗ്രാഫിക് ഏരിയയില് ഒരു വർഷത്തില് അവിടെ 5000 കുട്ടികളാണ് ജനിച്ചത്. അതില് ഒരു 300 കുട്ടികള് മരിച്ചു എന്ന് വിചാരിക്കാം. മനസ്സിലായോ? ഒരു പ്രത്യേക ജിയോഗ്രാഫിക് ഏരിയയില് ഒരു വർഷത്തിലെ കാര്യം നമ്മൾ എടുക്കണേ. ആ വർഷത്തിൽ 5000 കുട്ടികൾ അവിടെ ജനിച്ചു, അതില് 300 കുട്ടികൾ മരിച്ചു. അപ്പൊ ആ ഫോർമുലയിൽ എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം? എങ്ങനെ ചെയ്യാൻ പറ്റും? എങ്ങനെയാ ഫോർമുലയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? എത്ര കുട്ടികളാ മരിച്ചത് ഒരു വർഷത്തില്? 300 കുട്ടികൾ അല്ലെ? അവിടെ മൊത്തം അപ്പൊ റെസിഡന്റ് ലീവ് ബർത്ത് എത്രയാ? ലീവ് ബർത്ത് എത്രയാ? എത്ര പേരാണ് അവിടെ ജനിച്ചത്? 5000. അപ്പൊ എങ്ങനെയാ നമുക്ക് 300 ഡിവൈഡഡ് ബൈ 5000 ഇൻറ്റു എന്ത് ചെയ്യണം? അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ക്ലിയർ ആയോ? ഓക്കെ, വെരി ഗുഡ്. അവിടെ ഇക്വേഷൻ ഇട്ടുണ്ട്. മാത്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനൊന്നും എക്സാമിന് ഉണ്ടാവില്ല കേട്ടോ. ജസ്റ്റ് ആ ഫോർമുല മാത്രം ഒന്ന് നോക്കിയാൽ മതി. ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒന്നുകൂടി പറഞ്ഞു എന്നുള്ളൂ. ഒരു വർഷത്തില് ആ ഒരു പർട്ടിക്കുലർ ജിയോഗ്രാഫിക് ഏരിയയില് ജനിക്കുന്ന കുട്ടികളില് എത്ര പേര് മരിച്ചു, അത്രേ ഉള്ളൂ. ഇനി നോക്കി അവിടെ കാൽക്കുലേഷൻ നോക്കി, ഒന്ന് ശ്രദ്ധിച്ചേ. ഫോർമുല നോക്കി എങ്ങനെ നമുക്ക് ഈ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കാണാൻ പറ്റും? നമ്പർ ഓഫ് റെസിഡന്റ് ഇൻഫന്റ് ഡെത്ത്സ്. അത് ടെക്സ്റ്റ് ഒന്ന് നോക്കിയാൽ കേട്ടോ. ഡെത്ത് കഴിഞ്ഞിട്ടാണ് ഡിവൈഡ് കൊടുക്കേണ്ടത് കേട്ടോ. ഞാൻ ഇവിടെ ഷെയർ ചെയ്തേക്കുന്നത് അത് ആ നോട്ടില് ഇവിടെ തെറ്റായിട്ടാണ് കിടക്കുന്നത്. അതെ, നമ്പർ ഓഫ് റെസിഡന്റ് ഇൻഫന്റ് ഡെത്ത് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് റെസിഡന്റ് ലീവ് ബർത്ത്. ഇപ്പൊ അവിടെ തത്സമയ എന്താ പറയാ, ജീവിച്ചിരിക്കുന്ന കുട്ടികളില്ലേ, ജീവിച്ചിരിക്കുന്ന കുട്ടികള് അവരുടെ, അപ്പൊ നമ്മൾ ആ ഒരു വർഷത്തില് അവിടെ മരിച്ച കുട്ടികള് അവിടെ ഓൾറെഡി അവിടെ ഉള്ള ഇപ്പൊ നിലവിലുള്ള കുട്ടികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു എത്രയാ? 1000 ചെയ്യുക കേട്ടോ. അതാ ഇക്വേഷൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ മതി നിങ്ങൾ. ഓക്കെ, ക്ലിയർ ആണോ? അതാ ഫോർമുല നോക്കിയേ. അവിടെ എത്ര കുട്ടികൾ മരിച്ചു അതിനെ എന്ത് ചെയ്യണം? ഡിവൈഡ് ബൈ നമ്പർ ഓഫ് റെസിഡന്റ് ലീവ് ബർത്ത്. അവിടെ താമസിക്കുന്ന, അവിടെ ഇപ്പൊ ഉള്ള ആ കുട്ടികളുടെ എണ്ണം കൊണ്ട്. അതിലല്ലേ നമ്മൾ ഇത്ര പേര് മരിച്ചു എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത്. ആദ്യം നമ്മൾ കണ്ടുപിടിച്ചില്ലേ ഇത്ര പേരില് ഇത്ര കുട്ടികൾ മരിച്ചു എന്നുള്ളത്. അത് വെച്ചിട്ട് ഇപ്പൊ നമ്മള് നമ്പർ ഓഫ് റെസിഡന്റ് ലീവ് ബർത്ത്, അതായത് അവിടെ നമ്മള് അവിടെ മരിക്കുന്ന കുട്ടികളുടെ എണ്ണം, അതിനെ എന്ത് ചെയ്യണം? അവിടെ ഇപ്പൊ നിലവിലുള്ള കുട്ടികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 1000 ചെയ്യുക. നിങ്ങൾ ആ ഫോർമുല ഒന്ന് ടിക്ക് ഇട്ട് വെച്ചാൽ അവിടെ. ഉണ്ടോ? അതെ, അതാണ് എക്സാമ്പിൾ കൊടുത്തേക്കണേ. എക്സാമ്പിൾ നോക്കിയേ. 1300 ഇൻഫന്റ് ഡെത്ത് സംഭവിച്ചു എന്ന് 2008. 2008 ആ ഒരു വർഷത്തെ കാര്യം കേട്ടോ. 2008 കണക്കാണ് പറഞ്ഞേക്കണേ. ഒരു പർട്ടിക്കുലർ ജിയോഗ്രാഫിക് ഏരിയയില് 2008 1300 ഇൻഫന്റ് ഡെത്ത് ഉണ്ട്. അതിനകത്ത് 1,50,000 ലീവ് ബർത്ത് ഉണ്ട് 2008. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്ത ഫോർമുല നോക്കിയേ. എങ്ങനെയാ? 1300 ഡിവൈഡഡ് ബൈ 1,50,000 ഇൻറ്റു എന്താ 1000 കൊണ്ട് ചെയ്യണം. അപ്പൊ എത്രയാ? 8.7 ഇൻഫന്റ് ഡെത്ത് പെർ എത്രയില്ല? 1000 ലോ ബർത്തുകളില്.
1000 ന്യൂ ബർത്തുകളിൽ 8.7 ആണ് ആ അത്രയും പെർസെന്റേജ് പറയുന്നത് ഇൻഫന്റ് ഡെത്ത്. അത് 1000 ആളുകളിലാണ് ആ പെർസെന്റേജ് നമ്മൾ കണ്ടുപിടിക്കണേന്നുള്ളൂ. അല്ല 1,50,000 പേർക്കിടെ ആയിട്ടല്ല എഴുതുന്നത്. ഇത് പെർസെന്റേജ് ആക്കുമ്പോൾ 1000 പേരിൽ എത്ര പേര് മരിച്ചു? അവിടെ 2008 8.7% ഇൻഫന്റ് ഡെത്ത് സംഭവിച്ചു. ഓക്കെ, ഇത് കാൽക്കുലേഷൻസ് ഒന്നും വേണ്ട, ആ ഫോർമുല മാത്രം നിങ്ങളൊന്ന് ബോക്സിലിട്ട് വെച്ചേക്കാം. ഇനി നോക്കി, ഇൻ ഹോസ്പിറ്റൽ അപ്പൊ ജനറൽ ആയിട്ട് നമ്മൾ മോർട്ടാലിറ്റി റേറ്റ് കാണുന്ന ഫോർമുല, അതായത് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കാണുന്ന ഫോർമുല എങ്ങനെയാ? നമ്പർ ഓഫ് റെസിഡന്റ് ഇൻഫന്റ് ഡെത്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റെസിഡന്റ് ലീവ് ബർത്ത്. അപ്പൊ ഇവിടെ താമസിക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ ഉള്ള ആ കുട്ടികളുടെ എണ്ണം അതാണ് ഇൻറ്റു 1000 ചെയ്യുക. എക്സാമ്പിൾ ഇനി ഹോസ്പിറ്റലിൽ നോക്കിയേ, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഈക്വൽ total number of infant death at a hospital in a particular period. ആ ഹോസ്പിറ്റലിൽ ആ പർട്ടിക്കുലർ പീരീഡിൽ സംഭവിക്കുന്ന ശിശു മരണങ്ങള് അതിന്റെ എണ്ണത്തെ എന്ത് ചെയ്യണം? ടോട്ടൽ നമ്പർ ഇൻഫന്റ് ഡിസ്ചാർജസ് ആൻഡ് ഡെത്ത് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്. അതിന്റെ ഇക്വേഷൻ പോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഫന്റ് ഡിസ്ചാർജസ് ആൻഡ് then death during that period into 100. ഓക്കെ, അത് രണ്ടും നോട്ട് ചെയ്തോട്ടോ. ജനറൽ ആയിട്ടുള്ള ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കാണുന്ന ഫോർമുലയും ദെൻ ഹോസ്പിറ്റലിലെയും. അവിടെ നിങ്ങൾക്ക് പ്രോബ്ലം ഒന്നും എക്സാമിന് ചോദിക്കൂല, ഈ ഫോർമുല കറക്റ്റ് ഏതാന്ന് എഴുതാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഫോർമുല മനസ്സിലാക്കി വെക്കുക. ന്യൂമറേറ്ററിൽ അവിടെ ഇൻഫന്റ് ഡെത്ത് ആണ് വരുന്നത് കേട്ടോ. ഇൻഫന്റ് ഡെത്ത് ആണ് നമ്മൾ ആ ന്യൂമറേറ്ററിൽ വരുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഏതാണ്? പ്രിവാലൻസ് ഓഫ് എ ഡിസീസ്. പ്രിവാലൻസ് എന്ന് വെച്ചാൽ രോഗവ്യാപനം. രോഗവ്യാപനം പ്രിവാലൻസ്. Prevalence refers to as a prevalence rate. അപ്പൊ പ്രിവാലൻസ് രോഗവ്യാപനം എങ്ങനെയാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്? ആസ് ടു പ്രിവാലൻസ് റേറ്റിലാണ്, ശതമാനത്തിലാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇസ് ദ പ്രപ്പോർഷൻ ഓഫ് പേഴ്സൺ in a population who are affected with a particular disease or attribute at a specific point of time or a specific period. ഒരു നിശ്ചിത സമയത്ത്, അതെല്ലായിടത്തും ടൈം പറയുന്നത് നമുക്ക് തോന്നിയ സമയമല്ല എടുക്കണേ, ഒരു പർട്ടിക്കുലർ ടൈം. ഇപ്പൊ 2008 അല്ലെങ്കിൽ 2020 അങ്ങനെ ആ ഒരു പീരീഡ് അവിടെ കറക്റ്റ് ആണ്. ഒരു പർട്ടിക്കുലർ ടൈമില് അല്ലെങ്കിൽ ആ ഒരു കാലയളവില് ഒരു പ്രത്യേക രോഗമോ എന്തെങ്കിലും ഒരു പ്രത്യേക രോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവസ്ഥ, അട്രിബ്യൂട്ട് എന്ന് വെച്ചാൽ അവസ്ഥ, പ്രത്യേക രോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും അവസ്ഥയോ ബാധിച്ച ജനസംഖ്യയുടെ അനുപാതമാണ് പ്രിവാലൻസ്, രോഗവ്യാപനം എന്ന് പറയുന്നത്. അത് നമുക്ക് കൊറോണ ഇതൊക്കെ വന്നില്ലേ അല്ലെ? അതൊക്കെ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ തന്നെ പറയുന്ന കാര്യമില്ലേ അല്ലെ? അതിപ്പോ ഒന്നും നമുക്കില്ല, നമുക്കതിപ്പോ അതിന്റെ പെർസെന്റേജ് കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഇത്ര പർട്ടിക്കുലർ ടൈം എന്ന് പറയാം. അതുപോലെ നമുക്ക് എന്താ ഒരു പർട്ടിക്കുലർ ടൈമില് എന്തെങ്കിലും നിശ്ചിത ആ സമയത്ത് വരുന്ന രോഗങ്ങളായിരിക്കാം. ഒരു പ്രത്യേക കാലയളവില് അല്ലെങ്കിൽ അവസ്ഥയില് ഒരു പ്രത്യേക അവസ്ഥയൊക്കെ ബാധിച്ച ഒരു ജനസംഖ്യയുടെ അനുപാതം, അതാണ് പ്രിവാലൻസ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ഡാഷ് ഈസ് ദ പ്രപ്പോർഷൻ ഓഫ് പേഴ്സൺ, അങ്ങനെ ചോദിക്കാം. സെന്റൻസ് അതുപോലെ തന്നെ ചോദിക്കാം. is the proportion of person in a population who are affected with a particular disease or attribute. എന്തെങ്കിലും പ്രത്യേക രോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും അവസ്ഥയോ ബാധിച്ചത് എവിടെ? at a specific point in time or over a specific period. അങ്ങനെ ആ ഒരു പർട്ടിക്കുലർ പീരീഡില് പ്രത്യേക രോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും അവസ്ഥയോ ബാധിച്ച ആളുകളുടെ പോപ്പുലേഷൻ, അതിന്റെ പ്രപ്പോർഷൻ ആണ്, അനുപാതമാണ് പ്രിവാലൻസ് എന്ന് പറയുന്നത്. പ്രിവാലൻസ് ഈസ് എ മെഷർ ഓഫ് ഡിസീസ് that let us determine person likelihood of having a disease. എന്താ? ഒരു വ്യക്തിക്ക് രോഗം വരാനുള്ള ഒരു സാധ്യത നിർണയിക്കുന്ന ഒരു രോഗത്തിന്റെ അളവാണ്. എന്താ പറയാ, ഒരു വ്യക്തിക്ക് രോഗം ബാധിക്കാനുള്ള
അത് ആ രോഗം വരാനുള്ള സാധ്യത നിർണ്ണയിക്കുന്ന ഒരു രോഗത്തിന്റെ അളവാണ് ഏതെന്ന് പറയുന്നത്, പ്രിവാലൻസ് എന്ന് പറയുന്നത്. നമുക്ക് എന്താ രോഗത്തെ കുറിച്ച് നമുക്ക് എത്ര പേർക്ക് വന്നു അല്ലെങ്കിൽ എത്ര പേർക്ക് അതിന് സാധ്യതയുണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതാക്കാൻ പറ്റും. It's a measure of disease that let us determine a person likelihood of having a disease. ഒരു വ്യക്തിക്ക് അവിടെ രോഗം വരാനുള്ള ഒരു സാധ്യത അത് നിർണ്ണയിക്കാൻ സഹായിക്കുന്ന ഒരു രോഗത്തിന്റെ അളവാണ് പ്രിവാലൻസ്. അണ്ടർലൈൻ ചെയ്തോട്ടോ. സോ ദ number of prevalence cases is total cases of disease that exist in a population. അപ്പൊ എന്താ നമ്മൾ പറയുന്നത്, ആ നമ്പർ ഓഫ് പ്രിവാലന്റ് കേസസിന്റെ എണ്ണം എന്ന് പറഞ്ഞ എന്താ ആ ഒരു പർട്ടിക്കുലർ ഡിസീസ് എത്ര പേർക്ക് നിലനിൽക്കുന്നുണ്ട് അല്ലെ, ആ പോപ്പുലേഷനില് ആ ഒരു കേസ് ആ ഒരു രോഗം എത്ര പേർക്ക് ഉണ്ട് അതാണ് ആ പറയുന്നത് പ്രിവാലൻസ് കേസിന്റെ എണ്ണം എന്ന് പറയുന്നത്. So the number of prevalence cases is the number of prevalence cases എന്ന് പറഞ്ഞാൽ total number of cases of disease. കണ്ടോ, ആ total number of disease ആണ് ആ കേസ് റിപ്പോർട്ട് ചെയ്ത ഡിസീസ് അതിന്റെ എണ്ണം that exist in a population. ആ ഒരു പോപ്പുലേഷനിൽ നിലനിൽക്കുന്ന ആ ഡിസീസ് കേസുകളുടെ എണ്ണമാണ് ഏത് നമ്പർ ഓഫ് പ്രിവാലൻസ് കേസസ് എന്ന് പറയുന്നത്. The prevalence is measured by dividing. ഇനി എങ്ങനെ മെഷർ ചെയ്യാൻ നോക്കിയേ, dividing the number of person with a disease or condition at a particular point by the number of individual examined. ഉണ്ടോ, ഇപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്, നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ടൈമില് എത്ര പേർക്ക് നമുക്ക് എന്താ ആ പർട്ടിക്കുലർ രോഗം അല്ലെങ്കിൽ കണ്ടീഷൻ വന്നു അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ എക്സാമിൻ പരിശോധിച്ച രോഗികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പൊ നമ്മള് കൊറോണ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോയി അല്ലെ, അപ്പൊ അവിടെ എത്ര ഇൻഡിവിജ്വലിനെ എക്സാമിൻ ചെയ്തു അതിൽ എത്ര പേർക്ക് അവസ്ഥയുണ്ട് പോസിറ്റീവ് ആണ്, അങ്ങനെയല്ലേ പറയുന്നത്. ഇപ്പൊ നമ്മൾ 1000 പേരില് എക്സാമിൻ ചെയ്തു, 1000 ഇൻഡിവിജ്വലിനെ എക്സാമിൻ ചെയ്തതില് ചിലപ്പോ അതില് ഒരു 50 പേർക്കായിരിക്കും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആ പർട്ടിക്കുലർ ഡിസീസ് കണ്ടെത്തിയിട്ടുണ്ടാവുള്ളൂ അല്ലെ, അതാണ്. അപ്പൊ നമുക്ക് എങ്ങനെ 50 ഡിവൈഡഡ് ബൈ 1000 അങ്ങനെയല്ലേ നമ്മൾ കാണുന്നപ്പേ, ഇതെല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ക്ലിയർ ആവുന്നുണ്ടോ പറയണേ, ലാസ്റ്റ് സെന്റൻസ് നോക്കി അതെങ്ങനെ മെഷർ ചെയ്യാന്നാ പറഞ്ഞേക്കണേ. നമുക്ക് ആ കുറച്ച് പേരെ എക്സാമിൻ ചെയ്തു അതിൽ എത്ര പേർക്ക് ആ രോഗം വന്നു അത്രേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ നമ്മൾ മറ്റേതൊക്കെ പറഞ്ഞില്ല, ആ ടോട്ടൽ പോപ്പുലേഷനിൽ എത്ര പേര് മരിച്ചു അല്ലെ, ടോട്ടൽ പോപ്പുലേഷനാണ് നമ്മൾ നോക്കുന്നത്. ആ ഒരു പർട്ടിക്കുലർ ജിയോഗ്രാഫിക് ഏരിയയിൽ ടോട്ടൽ പോപ്പുലേഷനിൽ എത്ര പേര് മരിച്ചു. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്, എങ്ങനെയാണ് ആ ഫോർമുലേറ്റ് പറഞ്ഞത്, അവിടെ ഇപ്പൊ ഉള്ള കുട്ടികളുടെ എണ്ണത്തെ ആ പർട്ടിക്കുലർ പീരീഡില് മരിച്ച കുട്ടികളുടെ എണ്ണം അല്ലെ, അതല്ലേ, അതായത് ആ മരിച്ച കുട്ടികളുടെ എണ്ണത്തിനെ ഇപ്പൊ അവിടെ താമസിക്കുന്ന അല്ലെങ്കിൽ അവിടെ ജീവിച്ചിരിക്കുന്ന കുട്ടികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തു ഇൻറ്റു 100. അതല്ല ഫോർമുലയിൽ നമ്മൾ കൊടുത്തേക്കണേ അല്ലേ, ശ്രദ്ധിക്കാട്ടോ. അതൊന്ന് നോക്കി വെക്കുക എങ്ങനെയാ കണ്ടുപിടിക്കാന്നുള്ളത്. ആ ഒരു നമ്മള് എക്സാമിൻ ചെയ്ത ഇൻഡിവിജ്വൽസിൽ എത്ര പേർക്ക് ആ രോഗം വന്നു. അത് എന്താണ് രോഗവ്യാപനം, പ്രിവാലൻസ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇമ്പോർട്ടന്റ് എന്താണ്, പ്രിവാലൻസ് ആൻഡ് ഇൻസിഡൻസ്. ഇൻസിഡൻസ് എന്ന് പറഞ്ഞ സംഭവമാണ് കേട്ടോ, പ്രിവാലൻസ് എന്ന് പറഞ്ഞാൽ രോഗവ്യാപനം. ഇത് of a disease are among the most basic measures in epidemiology. സാംക്രമിക രോഗശാസ്ത്രം എന്നാണ് എപ്പിഡെമിയോളജി എന്ന് പറയുന്നത്. സാംക്രമിക രോഗശാസ്ത്രം എപ്പിഡെമിയോളജി, ഇത് രണ്ടും എന്താണ്, നമ്മള് ഒരു ബേസിക് മെഷേഴ്സ് ആണ്. എപ്പിഡെമിയോളജിയിലെ ഒരു അടിസ്ഥാനമായ മെഷേഴ്സ് ആണ് ഇത് പ്രിവാലൻസും ഇൻസിഡൻസും. ഇൻസിഡൻസ് നമുക്ക് അടുത്ത് പഠിക്കാനുണ്ട് കേട്ടോ. Prevalence is the measure of load of disease in a population in a given location and at a particular time as represented in a count of the number of people affected. പറഞ്ഞില്ലേ എത്ര പേർക്ക് അഫക്ട് ചെയ്തു, ആ പർട്ടിക്കുലർ രോഗാവസ്ഥ എത്ര പേർക്ക് ഡിറ്റർമിൻ ചെയ്തു അല്ലെങ്കിൽ എത്ര ആളുകളെ ബാധിച്ചു, അതാണ് നമ്മൾ പറയുന്നത്. രോഗബാധിതരായിട്ടുള്ള ആളുകളുടെ എണ്ണത്തെ പ്രതിനിധീകരിക്കുന്നത് പോലെ തന്നെ അവിടുത്തെ ആ ലൊക്കേഷനിലും
ആ പർട്ടിക്കുലർ സമയത്തും ഒരു ജനസംഖ്യയിലുള്ള രോഗഭാരത്തിന്റെ അളവാണ്, അല്ലെങ്കിൽ അവിടെ രോഗം ബാധിച്ച ആളുകൾ അതിന്റെ നമ്പറാണ് പ്രിവാലൻസ് എന്ന് പറയുന്നത്. കണ്ടോ? ഇനി ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇനി അടുത്ത് നോക്കി, അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഫസ്റ്റ് സെന്റൻസ് പ്രിവാലൻസും ഇൻസിഡന്റ് എന്ന് പറഞ്ഞ സംഭവം, പ്രിവാലൻസ് രോഗവ്യാപനം. ഇത് രണ്ടും നമുക്ക് എപ്പിഡെമിയോളജിയിലെ ഒരു ബേസിക് മെഷേഴ്സ് ആണ്, മോസ്റ്റ് ബേസിക് മെഷേഴ്സ് ഇൻ എപ്പിഡെമിയോളജി. ഇനി ഏതൊക്കെ ഡിസീസുകൾക്ക് ഉയർന്ന രോഗവ്യാപനം ഉണ്ട് അതൊന്ന് നോക്കി വെച്ചോ കേട്ടോ. ഏതൊക്കെ ഡിസീസസിന് എന്താ ഉയർന്ന രോഗവ്യാപനം ഉണ്ട്? കാർഡിയോവാസ്കുലർ ഡിസീസ് അക്കൗണ്ട് ഫോർ മോസ്റ്റ് NCD ഡെത്ത്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ് കേട്ടോ NCD എന്ന് പറയുന്നത്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഡെത്ത്. ഈ പറയുന്ന രോഗങ്ങൾക്കൊക്കെ പ്രിവാലൻസ് കൂടുതലാ, രോഗവ്യാപനം കൂടുതൽ. ഏതൊക്കെയാ? cardiovascular disease accounts for most NCD death or 7.9 million people yearly. 17.9 മില്യൺ ആളുകൾ ആ രീതിയിൽ മരണം സംഭവിക്കുന്നുണ്ട്. ഫോളോഡ് ബൈ ക്യാൻസർ മൂലം 9.3 millions, chronic respiratory disease 4.5 million and diabetic 2.0 million, including kidney diseases and death caused diabetes മൂലം. ഓക്കെ, ഇത് ജസ്റ്റ് ഏതൊക്കെ ഡിസീസ് ആണെന്ന് നോക്കാം. കാർഡിയോവാസ്കുലർ ഡിസീസ്, അതിന്റെ പിന്തുണ ക്യാൻസർ, ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസ്, ഡയബറ്റിക്സ്, ഇതൊക്കെ നമുക്ക് കൂടുതൽ ആളുകൾക്ക് വരുന്നതാണ്. ഇതാണ് ഒരാളിനെ മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യാന്നല്ല അവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. എന്താ? കൂടുതൽ രോഗവ്യാപനം ഉള്ളതാണെന്ന്, കൂടുതൽ ആളുകൾക്ക് വരുന്ന രോഗങ്ങളായത് കേട്ടോ. ഒരു പോപ്പുലേഷൻ എടുത്താൽ കൂടുതൽ ആളുകൾക്ക് വരുന്ന രോഗങ്ങളാണ് ഇതൊക്കെ. ഡയബറ്റീസ് അല്ലെ, ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസ്, ക്യാൻസർ, കാർഡിയോവാസ്കുലർ ഡിസീസ് ഒക്കെ കേട്ടോ. ഇനി NCD എന്ന് പറഞ്ഞാൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ് NCD ഡെത്ത് എന്ന് പറയുന്നത്. ഹൃദയസ്തംഭനമൊക്കെ വരൂലേ, അതാണ് കാർഡിയോവാസ്കുലർ ഡിസീസ്. അക്കൗണ്ട് ഫോർ മോസ്റ്റ് NCD ഡെത്ത്. അതൊക്കെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഡെത്തുകളാണ്. അതിന്റെ ഭൂരിഭാഗവും നമ്മള് ഈ കാർഡിയോവാസ്കുലർ ഡിസീസ്, ഇപ്പൊ സ്ട്രോക്ക് ഇതൊക്കെ അല്ലെ, ഹൃദയാഘാതം, അതൊക്കെ ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ മൂലം ഒക്കെ ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് ഹയസ്റ്റ് പ്രിവാലൻസ് ഉണ്ട്. ആ രോഗങ്ങളുടെ പേര് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ഓക്കെ, ഇനി നോക്കിയാൽ വാട്ട് ഇൻക്രീസസ് ദ പ്രിവാലൻസ് ഓഫ് എ ഡിസീസ്. എന്താണ് നമ്മൾ കൂടുന്നത്? പ്രിവാലൻസ് ഓഫ് ഡിസീസ്, രോഗവ്യാപനം കൂട്ടാനായിട്ട് അത് കൂടുന്നത് എങ്ങനെയാന്ന് നോക്കിയേ. The prevalence increases when new cases are detected. പുതിയ കേസുകൾ കണ്ടെത്തുമ്പോൾ നമുക്ക് രോഗവ്യാപനം കൂടും, പ്രിവാലൻസ് കൂടൂലേ. നമ്മൾ ആരും അവിടെ രോഗം ഡിറ്റക്ട് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഇത്ര പേർക്ക് ആ രോഗം ഉണ്ടെന്നുള്ളത് അല്ലേ. പുതിയ കേസുകൾ കണ്ടെത്തുമ്പോഴാണ് നമ്മൾ പ്രിവാലൻസ്, നമ്മൾ പറയുന്ന രോഗവ്യാപനം ഉണ്ട്, അല്ലെങ്കിൽ അത്രയും പോപ്പുലേഷനിൽ ഇത്രയും പേർക്ക് ആ രോഗം ഉണ്ടെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെ. അപ്പൊ പ്രിവാലൻസ് കൂടുന്നത് എങ്ങനെയാ? പുതിയ കേസുകൾ കണ്ടെത്തുമ്പോൾ. നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോഴല്ലേ അറിയണോളൂ അല്ലെ, നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോഴല്ലേ അവർക്ക് ആ പർട്ടിക്കുലർ രോഗം ഉണ്ടെന്ന് അറിയണത്. അപ്പൊ എന്താ അവിടെ പറഞ്ഞത്? പുതിയ കേസുകൾ കണ്ടെത്തുമ്പോൾ പ്രിവാലൻസിന്റെയും ഇൻക്രീസസ് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. Prevalence increases when the new cases are detected. പുതിയ കേസുകൾ ഡിറ്റക്ട് ചെയ്യുമ്പോൾ രോഗവ്യാപനം കൂടും. അത് ശരിയല്ലേ? ആലോചിച്ച് നോക്കിയേ, നമ്മൾ പുതിയത് കണ്ടെത്തിയാലേ, എക്സാമിൻ ചെയ്താലേ അവിടെ രോഗം ഉണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ ഇങ്ങനെ എക്സാമിൻ ചെയ്ത് പുതിയ കൂടുതൽ ആളുകൾക്ക് കണ്ടെത്തുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അവിടെ അത്രയും പേർക്ക് ആ രോഗം ഉണ്ടെന്ന് അറിയുള്ളൂ. ഓക്കെ, and the prevalence decreases. എപ്പോഴാ രോഗവ്യാപനം കുറയുന്നത്? എപ്പോഴാ? when a patient is either cure or dies. അല്ലെ, രോഗവ്യാപനം കുറയുമ്പോഴെപ്പോഴാ? പേഷ്യൻസ് രോഗം മാറുമ്പോഴ്
ആൻഡ് ഓർ ഡൈ, അല്ലെങ്കിൽ മരിക്കുമ്പോഴ്. രോഗം മാറുമ്പോഴോ മരിക്കുമ്പോഴോ രോഗവ്യാപനം കുറയും. ശരിയല്ലേ? അപ്പൊ അത്രയും പേരില്ല. ഒരു 50 പേരാ പറഞ്ഞത്, അതിൽ 10 പേര് മരിച്ചു പോയി, പിന്നെ 40 പേരല്ലേ ബാലൻസ് വന്നുള്ളൂ. അപ്പൊ നമ്മൾ അതിന്റെ പെർസെന്റേജ് കുറയൂല്ലേ? ഇതാണ് ബാലൻസ്. ഇൻക്രീസ് ചെയ്യുന്നത് എപ്പോഴാണ്? പുതിയ കേസുകൾ ഡിറ്റക്ട് ചെയ്യുമ്പോൾ. ഡിക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്യൂർ ആകുമ്പോൾ, പേഷ്യൻസ് രോഗം മാറുമ്പോൾ അല്ലെങ്കിൽ മരിക്കുമ്പോഴും രോഗവ്യാപനം കുറയുന്നു. രണ്ടും അണ്ടർലൈൻ ചെയ്തിട്ടോ? ഇനി അടുത്തതാണ് ടൈപ്സ് ഓഫ് പ്രിവാലൻസ്. പല തരത്തിലുള്ള പ്രിവാലൻസ് ഏതൊക്കെയാണ്? ഇത് 3 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പോയിന്റ് പ്രിവാലൻസ്, പീരീഡ് പ്രിവാലൻസ് ആൻഡ് ലൈഫ് ടൈം പ്രിവാലൻസ്. പോയിന്റ് പ്രിവാലൻസ് ഫസ്റ്റത്തെ ആണ്. പോയിന്റ് പ്രിവാലൻസ് പറയുന്നത് അത് 3 ഡാഷ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാം. അപ്പൊ അവിടെ ഏതാണെന്നുള്ളത് നമ്മൾ എഴുതണം. എന്താണ് പോയിന്റ് പ്രിവാലൻസ് എന്ന് പറഞ്ഞാൽ? നോക്കിയേ, ദ നമ്പർ ഓഫ് കേസസ് ഓഫ് ഹെൽത്ത് ഇവന്റ് അറ്റ് എ സർട്ടൺ ടൈം. ഒരു നിശ്ചിത സമയത്ത് ഒരു സംഭവിച്ച ഹെൽത്ത് ഇവന്റിന്റെ കേസുകളുടെ എണ്ണം. കേസസ് ഓഫ് ഹെൽത്ത് ഇവന്റ് ആണ്. അതാണ് പോയിന്റ്. ഒരു നമ്പർ ഓഫ് കേസുകൾ എപ്പോഴേ അറ്റ് എ പർട്ടിക്കുലർ ടൈം. ഒരു പ്രത്യേക പോയിന്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, പർട്ടിക്കുലർ ടൈം പറയണ്ട അവിടെ. കേട്ടോ, ആ സർട്ടൺ ടൈമില്, അതായത് ഒരു നിശ്ചയ സമയത്ത് ഉള്ള ഹെൽത്ത് ഇവന്റ്സ്, അതിന്റെ കേസുകളാണ് പോയിന്റ്. ആ ടൈം എന്നുള്ളത് നോക്കി വെക്കുക കേട്ടോ. അതാണ് അവിടെ ഇമ്പോർട്ടന്റ്. ഇനി പീരീഡ് ആണെങ്കിലോ, ഒരു പീരീഡാ പറയുന്ന, ടൈം അല്ല അവിടെ പറയുന്നത്. നോക്കിയ ഒരു പീരീഡ് ആണ്. നോക്കിയ പലപ്പോഴും 12 മന്ത്, ആ ഒരു പീരീഡാ പറയുന്നത്. 12 മാസക്കാലം, മാസം, പീരീഡ്. ദ നമ്പർ ഓഫ് കേസസ് ഓഫ് ഹെൽത്ത് ഇവന്റ് ഇൻ റെഫറൻസ് ടു എ പീരീഡ്. അതറിയാലോ. ആ സെന്റൻസ് അതുപോലെ തന്നെ ഈ സ്കോൾഡ് ഡാഷ് എന്ന് പറഞ്ഞ് തന്ന പീരീഡ് പ്രിവാലൻസ് ആണ് എഴുതാലോ. പീരീഡ് എന്ന് അവിടെ ഇല്ലേ? പിന്നെ കൺഫ്യൂഷൻ ഇല്ലേ അവിടെ? പോയിന്റ് എന്ന് കാണുമ്പോൾ നമ്മൾ അതായത് സർട്ടൺ ടൈം എന്ന് കാണുമ്പോൾ പോയിന്റ് പ്രിവാലൻസ് എഴുതാം. റെഫറൻസ് ടു എ പീരീഡ് എന്ന് പറയുമ്പോൾ പീരീഡ് പ്രിവാലൻസ്. എന്താ? ഒരു കാലയളവിനെ നമ്മൾ പരാമർശിക്കുന്ന ഒരു ഹെൽത്ത് ഇവന്റിന്റെ കേസുകളുടെ എണ്ണം. അവിടെ ഒരു പീരീഡിനെ പറയുന്നത്, മറ്റത് പർട്ടിക്കുലർ ടൈമാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ലൈഫ് ടൈം പ്രിവാലൻസ് എന്താ? ദ നമ്പർ ഓഫ് കേസസ് ഓഫ് ഹെൽത്ത് ഇവന്റ് ഇൻ റെഫറൻസ് ടു ദ ടോട്ടൽ ലൈഫ് ടൈം. ആ ഒരു ടോട്ടൽ ലൈഫ് ടൈമില് അവർക്കടെ ആ മൊത്തം ആയുസിനെ പരാമർശിക്കുന്ന ഹെൽത്ത് ഇവന്റ്സിന്റെ എണ്ണം. ആ ഒരു മൊത്തം അയാൾ ജനിച്ചപ്പോൾ തുടങ്ങി മരിക്കുന്നത് വരെ അവർക്കടെ ലൈഫ് പീരീഡിൽ സംഭവിക്കാവുന്ന ഹെൽത്ത് ഇവന്റ്സ്, അതാണ് ലൈഫ് ടൈം പ്രിവാലൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നോക്കിയേ, 3 എണ്ണം ഒന്ന് വായിച്ചു നോക്കിയേ. 3 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെച്ചത്. ഓക്കെയാണോ? 3 എണ്ണം. ഇപ്പൊ പോയിന്റ് പ്രിവാലൻസ് എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ ടൈമിലുള്ള ഹെൽത്ത് ഇവന്റ്സ്, അത് ആ കേസുകളുടെ എണ്ണം. നമ്പർ ഓഫ് കേസസ് ഓഫ് ഹെൽത്ത് ഇവന്റ്സ് അറ്റ് എ സർട്ടൺ ടൈം, ഒരു പ്രത്യേക ടൈമില്. അതാണ് പോയിന്റ് പ്രിവാലൻസ്. ഇനി നമ്മുടെ അടുത്ത പീരീഡ് പ്രിവാലൻസ് എങ്ങനെയാണ്? ഹെൽത്ത് ഇവന്റ്സ് പർട്ടിക്കുലർ പീരീഡിലാണ്. റെഫറൻസ് ടു എ പീരീഡ് ആണ്. പലപ്പോഴും 12 മാസം, ഒരു പീരീഡ് അവിടെ പറയുന്നത്. ലൈഫ് ടൈം ആവുമ്പോഴോ അവർക്കടെ ടോട്ടൽ ലൈഫ് ടൈമില് സംഭവിച്ച ഹെൽത്ത് ഇവന്റ്സിന്റെ എണ്ണം. ക്ലിയർ ആണോ? 3 സെന്റൻസ് അതുപോലെ തന്നെ ഡാഷ് ഇട്ട് തരും. അല്ലെങ്കിൽ the number of cases of health event in reference to a total lifetime is called a dash. അങ്ങനെ വരാം, is called a dash. ഓക്കെ, ഇനി അടുത്ത ഫോർമുല ഉണ്ട്. അവിടെ ഒരു ഫോർമുല പഠിക്കാണ്ട്. പോയിന്റ് പ്രിവാലൻസ് നോക്കിയേ. നമ്പർ ഓഫ് കേസസ് ഇൻ എ ഡിഫൈൻഡ് പോപ്പുലേഷൻ അറ്റ് എ വൺ പോയിന്റ് ഓഫ് ടൈം. ആ ഒരു പോയിന്റ് ഓഫ് ടൈമില്, പർട്ടിക്കുലർ ടൈമില്, ഒരു ഘട്ടത്തില് നമ്മൾ നിർവചിക്കപ്പെട്ടിട്ടുള്ള പോപ്പുലേഷനിലെ കേസുകളുടെ എണ്ണം. നമ്പർ ഓഫ് കേസസ് ആണ് ഡിഫൈൻഡ് ബൈ
divided by number of people in a defined population at the same point of time. അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? നമ്പർ ഓഫ് പീപ്പിൾ, അവിടെ മൊത്തത്തിലുള്ള ആളുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ ഒരു പർട്ടിക്കുലർ പോയിന്റില് അവിടെ നമ്പർ ഓഫ് കേസുകൾ ആ പ്രത്യേക ടൈമില് ഉള്ള അവിടെ റിപ്പോർട്ട് ചെയ്ത കേസുകളുടെ എണ്ണത്തെ മൊത്തത്തിലുള്ള ആളുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ. നമ്പർ ഓഫ് പീപ്പിൾ ഇൻ എ ഡിഫൈൻഡ് പോപ്പുലേഷൻ അറ്റ് ദ സെയിം പോയിന്റ് ഓഫ് ടൈം, at the same point in time, ആ ടൈമിൽ തന്നെ ആ സെയിം ടൈമിൽ തന്നെ അവിടെ മൊത്തത്തിലുള്ള ആളുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത് ടിക്കറ്റ് വെച്ചോട്ടെ. അത് ഓക്കെ, ക്ലിയർ ആയോ ഫോർമുല? നമ്പർ ഓഫ് കേസസിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? നമ്പർ ഓഫ് പീപ്പിൾ. ഓക്കെ, നമ്പർ ഓഫ് കേസസ് ആ ഒരു അറ്റ് പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം അവിടെയുള്ള നമ്പർ ഓഫ് കേസുകള്, ആ കേസുകളെ എന്തുകൊണ്ട് ചെയ്യണം? നമ്പർ ഓഫ് പീപ്പിൾ ഇൻ എ ഡിവൈൻഡ് പോപ്പുലേഷൻ അറ്റ് ദ സെയിം പോയിന്റ് ഇൻ ടൈം. ഓക്കെ, ഇനി അടുത്തത് എന്തിനാണ് ഈ ഇത് നമ്മൾ ഉപയോഗം എന്താണ്? യൂസസ് ഓഫ് പ്രിവാലൻസ്. ഇതിന്റെ പ്രിവാലൻസിന്റെ ഉപയോഗം, രോഗവ്യാപനാണ് പ്രിവാലൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ അത് എന്തിനു വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നു? Okay, help to calculate the magnitude of a health problem or disease in the community. നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ, നമ്മുടെ സമൂഹത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളുടെ അളവ് കണക്കാക്കാൻ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹെൽത്ത് പ്രോബ്ലം, ആ ഹെൽത്ത് പ്രോബ്ലത്തിന്റെ മാഗ്നിറ്റ്യൂഡ്, ഒരു വ്യാപ്തി അല്ലെ, എത്രത്തോളം ആളുകൾക്ക് ഉണ്ട് എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രിവാലൻസ് നോക്കും. പ്രിവാലൻസ് കണ്ടുപിടിക്കാൻ ഫോർമുല വെച്ചാൽ പ്രിവാലൻസ് റേറ്റ് ഒക്കെ നോക്കുന്നത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ആ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിലെ നമുക്ക് അവിടുത്തെ ആളുകളുടെ ഹെൽത്ത് പ്രോബ്ലം അത് അളക്കാൻ വേണ്ടി, ഹെൽത്ത് പ്രോബ്ലം അളക്കാൻ. Then identify potential high risk population, ഉയർന്ന അപകട സാധ്യതയുള്ള ആളുകളെ തിരിച്ചറിയാൻ അല്ലെ. അതിന്റെ റേറ്റ് നോക്കുമ്പോൾ ആ റേറ്റ്, പ്രിവാലൻസ് റേറ്റ് ഒക്കെ കൂടുതലാണെങ്കിൽ നമുക്ക് ആ പോപ്പുലേഷൻ ഹൈ റിസ്ക് പോപ്പുലേഷൻ അല്ലേ, അവർ ഉയർന്ന അപകട സാധ്യതയില്ലേ. എല്ലാ ആളുകൾക്കും തന്നെ 98% ആളുകൾക്കും രോഗം ഉണ്ടെന്ന് പറയുമ്പോ അവരൊരു എന്താ പറയാ, അവര് ഒരു റിസ്ക് അല്ലേ, അപകട നിലയിലല്ലേ അവര്. എന്താണ് അതാ മനസ്സിലാക്കാൻ. ഐഡന്റിഫൈ പൊട്ടൻഷ്യൽ ഹൈ റിസ്ക് പോപ്പുലേഷൻ, ഉയർന്ന അപകട സാധ്യതയുള്ള ആളുകളെ മനസ്സിലാക്കാൻ. അടുത്ത് നോക്കിയേ, യൂസ്ഫുൾ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പ്ലാനിംഗ് പർപ്പസ്. എന്തിനൊക്കെ ഉപയോഗിക്കുന്നു? അഡ്മിനിസ്ട്രേറ്റീവ്, ഭരണപരമായിട്ടുള്ളതും ആസൂത്രണങ്ങൾക്കും ഉപയോഗിക്കുന്നു. ഭരണപരമായിട്ടുള്ളതും ആസൂത്രണപരമായിട്ടുള്ള കാര്യങ്ങൾക്കും പ്രിവാലൻസ് ഉപയോഗിക്കുന്നു. 3 കാര്യങ്ങളാ പറഞ്ഞത്. ഏതൊക്കെയാണ്? നമ്മുടെ ആ ഒരു സമൂഹത്തിന്റെ ഹെൽത്ത് പ്രോബ്ലം, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രത്തോളം ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ, മെഷർ ചെയ്യാൻ, അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിലെ രോഗം, ഡിസീസ് എങ്ങനെയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രിവാലൻസ് ഉപയോഗിക്കും. പിന്നെ ഉയർന്ന അപകട സാധ്യതയുള്ള ആളുകളെ ഐഡന്റിഫൈ ചെയ്യാൻ, ഐഡന്റിഫൈ പൊട്ടൻഷ്യൽ ഹൈ റിസ്ക് പോപ്പുലേഷൻ, ഉയർന്ന അപകട സാധ്യതയുള്ള ആളുകളെ ഐഡന്റിഫൈ ചെയ്യാൻ. അടുത്ത് നോക്കിയേ, യൂസ്ഫുൾ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പ്ലാനിംഗ് പർപ്പസ്. ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് ഭരണപരമായിട്ടുള്ളതും ആസൂത്രണപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കും പ്രിവാലൻസ് ഉപയോഗിക്കുന്നുണ്ട്. അത് 3 ടിക്കറ്റോട്ട്. അത് യൂസസ് എന്താണ്? ഓക്കെ, നമ്മൾ ഇന്ന് പഠിച്ചത് ആ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ എന്തിനാ ഉപയോഗിക്കണേന്ന് പറഞ്ഞപ്പോഴേ ആ ഒരു പോപ്പുലേഷന്റെ ഹെൽത്ത് സ്റ്റാറ്റസ് അളക്കാൻ, അതിനാണ് ആ സൂചകങ്ങൾ, ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതൊക്കെ നമ്മളിപ്പോ അവരുടെ മോർബിഡിറ്റി, രോഗാവസ്ഥയൊക്കെ നോക്കുമ്പോൾ കൂടുതലാണെന്ന് കാണുന്നെങ്കിൽ അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസ്, ആരോഗ്യ നില എങ്ങനെയാണെന്ന് അളക്കാൻ പറ്റും. പിന്നെയാണ് ഡെത്ത് റേറ്റ് പറഞ്ഞത്, അത് നോക്കാട്ടോ. നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ, നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. നമ്പർ ഓഫ് ഡെത്ത് ഇൻ എ പോപ്പുലേഷൻ മെഷർഡ് ടു ദ സൈസ് ഓഫ് ദാറ്റ് പോപ്പുലേഷൻ പെർ യൂണിറ്റ് ഓഫ് ടൈം. ഇതാണ് അത് കാണുന്ന ഫോർമുല, ഡെത്ത് റേറ്റ് കാണുന്ന ഫോർമുല
ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെയാണ് മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് കാണുന്നത്. ജനറൽ ഫോർമുല നമ്പർ ഓഫ് ഡെത്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ. സിമ്പിൾ ആണ് അല്ലെ? അവിടെ മരിച്ച ആളുകള് അതിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ മൊത്തത്തിൽ എത്ര പേരുണ്ട് അതിനെ എന്തുകൊണ്ട് ചെയ്യണം? 1000 പേരിലാണ് നമ്മൾ കാണുന്നത്, 1000 ആളുകളിലാണ് കാണുന്നത്, അതുകൊണ്ട് 1000 ചെയ്തു. ഇനി പെർ ഡേ ആയതുകൊണ്ട് എന്ത് ചെയ്തു? ഡിവൈഡഡ് ബൈ 365. ഇത് നമ്മൾ 3 പഠിച്ചു. ഹോസ്പിറ്റലിലെ ഹോസ്പിറ്റലിലെ മോർട്ടാലിറ്റി, ജനറൽ ആയിട്ട് മോർട്ടാലിറ്റി റേറ്റ് കാണുന്ന ഫോർമുലയാണ് ആദ്യം പഠിച്ചത്. ഹോസ്പിറ്റലിലെ നമ്മൾ 3 പഠിച്ചു, അത് 3 ഫോർമുല അതുപോലെ തന്നെ നോക്കാം. എപ്പോഴും മനസ്സിലാക്കാൻ ന്യൂമറേറ്ററിൽ അവിടെ നമ്പർ ഓഫ് ഡെത്ത് ആണ്, ഓർത്ത് വെച്ചാലേ നമ്പർ ഓഫ് ഡെത്ത് ആണ്. അടുത്തതാണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞ എന്താണ് പറഞ്ഞത്? നമ്മള് ആ ഒരു പ്രത്യേക ഭൂമിശാസ്ത്ര പ്രദേശത്ത് അല്ലെ ജനിച്ച കുട്ടികളിൽ എത്ര പേര് മരിച്ചു അതാണ് നോക്കുന്നത്. അതിന്റെ ഫോർമുല നോക്കിയേ, നമ്പർ ഓഫ് റെസിഡന്റ് ഇൻഫന്റ് ഡെത്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റെസിഡന്റ് ലീവ് ബർത്ത്. ലീവ് ബർത്ത് എന്ന് പറഞ്ഞാൽ അവിടെ താമസിക്കുന്നവര്, ഇപ്പൊ നിലവിൽ ജീവിച്ചിരിക്കുന്നവര് അല്ലെ, തത്സമയ ജനങ്ങളുടെ എണ്ണം, അതാണ് ലീവ് ബർത്ത് എന്ന് പറയുന്നത്. റെസിഡന്റ് ലീവ് ബർത്ത്, ഇപ്പൊ അവിടെ നിലവിലുള്ളവരുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 1000 ചെയ്യുക. നിങ്ങളുടെ ടെക്സ്റ്റ് ഇപ്പൊ ഞാനിവിടെ ഷെയർ ചെയ്തിട്ടേക്കണേല് ഡിവൈഡ് തെറ്റിച്ചാ കൊടുത്തേക്കണേ, അത് കറക്റ്റ് ആയിട്ട് ടെക്സ്റ്റ് ശരിയല്ലേ നോക്കുക, അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാം കേട്ടോ. നമ്പർ ഓഫ് റെസിഡന്റ് ഇൻഫന്റ് ഡെത്ത്സ് ഡിവൈഡഡ് ബൈ, അവിടെയാണ് ആ ഡിവൈഡ് വന്നത്. നമ്പർ ഓഫ് റെസിഡന്റ് ലീവ് ബർത്ത് ഇൻറ്റു 1000 ആയതുകൊണ്ട്. പിന്നെ ഫോർമുലയില് വെക്കേഷൻ ഒന്നുമില്ല, ഫോർമുല മാത്രം പഠിച്ചു വെക്കുക. പിന്നെ ഹോസ്പിറ്റലിലെ മോർട്ടാലിറ്റി റേറ്റ് കാണുന്ന ഫോർമുല, പിന്നെ പ്രിവാലൻസ് എന്താണെന്നുള്ളത് നോക്കാം. പിന്നെ പ്രിവാലൻസ് ഈസ് എ മെഷർ ഓഫ് ലോഡ്, ആ സെന്റൻസ് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ കേട്ടോ. ഇമ്പോർട്ടൻസ് ഓഫ് പ്രിവാലൻസ് എന്നുള്ളത് കണ്ടില്ലേ, അതിന്റെ ആ രണ്ടാമത്തെ സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്തോ. ചിലപ്പോൾ ഡാഷിട്ട് തന്നെ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ, അത് നോക്കി വെക്കാം. പിന്നെ ഏതൊക്കെ ഡിസീസുകൾക്ക് ഹയസ്റ്റ് പ്രിവാലൻസ് ഉണ്ട്, രോഗവ്യാപനം കൂടുതലുള്ള രോഗങ്ങള്. പിന്നെ എന്താണ്, നമ്മൾ ആ പുതിയ കേസുകൾ നമ്മൾ ഡിറ്റക്ട് ചെയ്യുമ്പോൾ പ്രിവാലൻസ് ഇൻക്രീസ് ചെയ്യും അല്ലെ. ഇനി രോഗികളുടെ രോഗം ഭേദമാക്കുമ്പോഴും അവര് മരിക്കുമ്പോഴും പ്രിവാലൻസ് ഡിക്രീസ് ചെയ്യും. പിന്നെ 3 തരത്തിലുള്ള പ്രിവാലൻസ്: പോയിന്റ്, പീരീഡ്, ലൈഫ് ടൈം. ഇത് 3 മനസ്സിലാക്കി വെക്കാം. പിന്നെ ഓക്കെ, പിന്നെ അതിനകത്ത് പോയിന്റ് പ്രിവാലൻസ് കാണാനുള്ള ഫോർമുല അത് നോക്കി വെക്കാം. അത് നമ്പർ ഓഫ് കേസസ് ഇൻ ഡിഫൈൻഡ് പോപ്പുലേഷൻ, അതിനെ നമ്പർ ഓഫ് മൊത്തത്തിലുള്ള ആളുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പിന്നെ യൂസസ് എന്താണ്? 3 യൂസസ് കേട്ടോ. ആ ഹെൽത്ത് മാഗ്നിറ്റ്യൂഡ് അറിയാൻ, ഒരു കമ്മ്യൂണിറ്റിയിലെ ആളുകളുടെ ഹെൽത്ത് പ്രോബ്ലം അതിന്റെ മാഗ്നിറ്റ്യൂഡ് അറിയാൻ, ഉയർന്ന അപകട സാധ്യതയുള്ള ജനങ്ങളെ മനസ്സിലാക്കാൻ, പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരവും ആസൂത്രണപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കും പ്രിവാലൻസ് ഉപയോഗിക്കും. ക്ലിയറല്ലേ ഇത്രയും കാര്യങ്ങള്? ഇത്രയൊക്കെ ഒന്ന് വായിച്ചു വെച്ചേക്കണം. ഫോർമുലാസ് ഇമ്പോർട്ടന്റ് ആണ്. ഏതെങ്കിലും ഒരെണ്ണം എക്സാമിന് ഉണ്ട് കേട്ടോ. ഒരു ഫോർമുല ഈ ചാപ്റ്ററിൽ നിന്ന് എന്തായാലും ഉണ്ടാവും, നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഫോർമുലാസ് ബൈഹാർട്ട് ചെയ്യണ്ട ആരും. അവിടെ ഓപ്ഷൻസ് ഉണ്ട്, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒക്കെ തെറ്റിച്ചേരുള്ളൂ. അത് കറക്റ്റ് നോക്കി നിങ്ങൾ ആൻസർ ചെയ്യാം. ഓക്കെ, മോക്ക് ടെസ്റ്റിൽ ഞാൻ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഇട്ടേക്കാം കേട്ടോ. താങ്ക് യു.